ഹലോ മക്കളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മാത്സിലെ ആദ്യത്തെ പാഠമായ സെറ്റാണ്. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 4 മാർക്കാണ് നമ്മുടെ വെയിറ്റേജ് വരുന്നത്. സെറ്റ് എന്ന ചാപ്റ്റർ എളുപ്പമായിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ ഈ കാര്യം മെയിൻ പോയിന്റ്സ് ആണ്, നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ പറയാം. എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും. മെയിനായിട്ട് വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുന്നതായിരിക്കും. ആദ്യം തന്നെ റോസ്റ്റർ ഫോമാണ്. റോസ്റ്റർ ഫോമാണ് നമ്മൾ ആദ്യം തന്നെ എടുക്കാൻ പോകുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ സെറ്റ് നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് നോക്കാം. സെറ്റ്, ബ്രാക്കറ്റ്, അതിൻ്റെ അകത്ത് വരുന്ന അക്കങ്ങൾ കോമ എന്ന് ഉപയോഗിച്ചാണ്. നമ്മൾ വലിയ ഭംഗിയൊന്നും നോക്കണ്ട. ടീച്ചർമാരെ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ മാർക്കിടും, കുഴപ്പമില്ല. നമ്മൾ ആദ്യം തന്നെ ഒരു എക്സാം ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. പ്രൈം നമ്പർ less than 10. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പ്രൈം നമ്പർ ലെസ് ദാൻ 10, 10 താഴെയുള്ള പ്രൈം നമ്പർ എഴുതുക സെറ്റിൽ ഉപയോഗിച്ച്. നോക്കാം. പ്രൈം നമ്പർ അറിയായിരിക്കുമല്ലോ, 2. ഏറ്റവും ചെറിയ പ്രൈം നമ്പറും ഈവൻ പ്രൈം നമ്പറുമാണ് 2. ഇത് നമുക്ക് ഈ +1, +2, 10 ഇതിനെല്ലാം വേണ്ടുന്നതാണ്. ഇനി അങ്ങോട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ചാപ്റ്ററിലും ഈ ലെസ് ദാൻ 10 ഉള്ള പ്രൈം നമ്പറിൽ 2 വില 2, 3, 5, 7 ഇതെല്ലാമാണ് പ്രൈം നമ്പർ ലെസ് ദാൻ 10 വരുന്നത്. ഇങ്ങനെയാണ് സെറ്റ്, നമുക്ക് സെറ്റ്, ബ്രാക്കറ്റ്, കോമ തരുന്ന ക്വസ്റ്റ്യനിൽ നിന്നുള്ള ആൻസർ. ഇത്രയും എഴുതിയാൽ തന്നെ ഇങ്ങനെ നമ്മൾ ഒരു 2 മാർക്കിൻ്റെയോ 1 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇങ്ങനെ വരുന്നത്. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. നമ്മൾ നമ്മുടെ ഭാഗത്തിൽ ചിലപ്പോൾ ചോദിച്ചിരിക്കും. എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ നമ്മൾ നോക്കുന്നത് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വവൽസ് നമ്മൾ സെറ്റിലൂടെ ഡിനോട്ട് ചെയ്യാൻ പോവുകയാണ്. എ, ഇ, ഐ, ഒ, യു. ഇതാണ് വവൽസ് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നമ്മൾ സെറ്റിലൂടെ ഡിനോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ റോസ്റ്റർ ഫോമിൽ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ്. അടുത്തതായി റോസ്റ്റർ ഫോമിൽ നിന്ന് സെറ്റ് ബിൽഡർ ഫോമിലോട്ട് നമ്മൾ മാറ്റാനാണ് പറയുന്നത്. ഉള്ള ക്വസ്റ്റ്യനാണ്. ഇനി അങ്ങോട്ട് ഈ അടുത്തതായി തരാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്. അങ്ങനെ നമ്മൾ മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ എന്നാലും നോക്കാം. ടെസ്റ്റിലും NCERT ടെസ്റ്റിലും എല്ലാം തരുന്നതാണ്. ടീച്ചർമാരും നമ്മുടെ സ്കൂളിലെ ടീച്ചർമാരും ഉൾപ്പെടെ എല്ലാവരും തരുന്നതാണ്. ഒരു പേരിന് നമുക്കത് നോക്കി വെക്കാം. എങ്ങാണോ അഥവാ ചോദിച്ചാൽ. ഇത് വവൽസ് ആണ്. നമ്മൾ റോസ്റ്റർ ഫോമിൽ നിന്ന് സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റാനാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മൾ ഇത് എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ x is a vowel in English alphabet. അങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ നിന്ന് സെറ്റ് ബിൽഡർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. അതും AEIOU ഇംഗ്ലീഷ് വവൽസ്. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്? x is a vowel in English alphabet. ആൽഫബറ്റ് എഴുതിയില്ല, ആൽഫബറ്റ്. അടുത്തതായി നമ്മൾ എടുക്കാൻ പോകുന്നത്, അടുത്തതായി നമ്മൾ നോക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ് ഇൻ റോസ്റ്റർ ഫോം. അടുത്ത ക്വസ്റ്റ്യൻ, x is to x
ഈസ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ആറ് താഴെയുള്ള നാച്ചുറൽ നമ്പർ റോഷൻ ഫോമിലോട്ട് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ആറ് താഴെയുള്ളതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ 1 2 3 4 5 അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ 1 അത് പക്ഷേ റിയൽ നമ്പർ വന്നു കഴിഞ്ഞാൽ -1 -2 അതൊക്കെ വരും. 0 1 2 3 4 അതെല്ലാം ഉൾപ്പെടും. നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് മാത്രം 1 2 3 4 5 ലെസ് ദാൻ ആയതുകൊണ്ട് നമുക്ക് 5 വരെ എടുക്കാവൂ. അതുകൊണ്ട് നമ്മൾ 1 2 3 4 5. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ 6 ഉൾപ്പെടെയുള്ള ഇപ്പൊ നമുക്ക് ഈക്വൽ ടു കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓർ ഈക്വൽ ടു 6 അങ്ങനെ വന്നു കഴിഞ്ഞാൽ 6 കൂടെ ഉൾപ്പെടുത്തി വേണം എഴുതാൻ. ഇപ്പം ഇത് മാത്രമേ ഉള്ളെങ്കിൽ ലെസ് ദാൻ 6 മാത്രമേ ഉള്ളെങ്കിൽ 5 വരെ ഉള്ളതേ നമ്മൾ എഴുതാവും. ലെസ് ദാൻ 6 താഴെ ഉള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. x is an integer and -3 x 7. ഇത് നമ്മൾ എഴുതാൻ പോകുന്നത് ഇന്റിജർ ആയതുകൊണ്ട് നമുക്ക് നാച്ചുറൽ നമ്പർ പോലല്ല. ഇപ്പം മൈനസ് നമുക്ക് -3 -2 -1 0 സ്കെയിൽ നമ്മൾ 10 പഠിച്ച പോലെ സ്കെയിൽ ഡിനോട്ട് ചെയ്യുക. സ്കെയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക 1 2 3 ഇങ്ങനെ പോവാം. എക്സെട്രാ മേലോട്ടും താഴോട്ടും പോകും. അതുപോലെ തന്നെ 3 താഴെന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് സംഖ്യ കുറയുന്നതനുസരിച്ചാണ് നമുക്ക് വില കൊടുക്കുന്നത്. ഇപ്പം -3 ആണോ -2 ആണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആണ് വലുത്. നേരെ മറിച്ച് പോസിറ്റീവ് വാല്യൂവിൽ വന്നു കഴിഞ്ഞാൽ 3 ആണോ 2 ആണോ വലുതെന്ന് വെച്ചാൽ 3. അത് നിങ്ങൾ ഓർത്ത് വെക്കണം ഈ കാര്യം. അത് നമുക്ക് ഇനി ഈ ക്വസ്റ്റ്യനിലോട്ട് മടങ്ങി വന്നാൽ -3 താഴെ 2 -1 അത് പക്ഷെ ഈക്വൽ ടു സൈൻ ആണെങ്കിൽ നമുക്ക് വന്നേനെ. ഇനി 0 1 2 3 4 5 6 വരെ വരും. കാര്യം ഈക്വൽ ടു ഇല്ല. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് 7 വരെ വരും. അല്ലെങ്കിൽ 6 വരെ വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് തന്നെ ഈ ക്വസ്റ്റ്യൻ ഈ രീതിയിലും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ നേരത്തെ പറഞ്ഞത് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കാം. Exists a set of all letters in the word. ഈ വേർഡ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി ചെയ്യാൻ നോക്കണം. ഒരക്കോ നമ്മൾ കാണാതെ പോയി കഴിഞ്ഞാലോ നമ്മുടെ മാർക്കായിരിക്കും പോകുന്നത്. ഇത് അത്യാവശ്യം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റി. ക്രിസ്മസ് പരീക്ഷയിലോ ഓണം പരീക്ഷയിലോ ഇത് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. മെയിൻ എക്സാമിന് നമുക്ക് ഉറപ്പില്ല. 4 മാർക്കേ ഉള്ളതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. അവസാനം നമ്മൾ പറയുന്നുണ്ട് ടെക്നോമെട്രി. ഇതാണ് ക്വസ്റ്റ്യൻ. ടെക്നോമെട്രി നമ്മൾ സെറ്റിൻ്റെ അകത്ത് എഴുതുമ്പോൾ ഒരു അക്കം തന്നെ ഒരു ലെറ്റർ നമുക്ക് ഒന്നിലധികം വട്ടം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം ടി, ഇവിടെ ടി 2 വട്ടം റിപ്പീറ്റ് ആയി. ആർ 2 വട്ടം റിപ്പീറ്റ് ആയി. അതേപോലെ നമ്മൾ റിപ്പീറ്റ് ആവാതെ എഴുതണം. നമ്മൾ ക്വസ്റ്റ്യൻ തരുന്നത് നോക്കി വേണം എഴുതാൻ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തരുന്നത് നമ്മൾ അലസതയായിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവും, മാർക്കും പോകും. അതേപോലെ തന്നെ ഇവിടെ നോക്കുക, സെറ്റ് ഇട്ടുക. ടി ഒരു വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, ആർ ഒരു വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, ഐ ജി
O N M E Y. ഇതാണ് ലെറ്റർ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ, ഒരു ലെറ്റർ തന്നിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയാണ് എഴുതേണ്ടത്. ട്രിഗണോമെട്രി എന്ന് തന്നു കഴിഞ്ഞാൽ ഇത്രയും. അങ്ങനെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. അത് ലിസ്റ്റ് ദ എലമെന്റ്സ് ഫോളോയിങ് ഇൻ സെറ്റ് എന്ന് പറയാൻ നമ്മൾ തന്നിരിക്കുന്നത് സെറ്റിൽ ഉൾപ്പെടുത്തി എഴുതുക, സെറ്റിലാക്കി എഴുതുക. അതിൻ്റെ ക്വസ്റ്റ്യൻ തരുകയാണ്. A is equal to x is to x is an integer less than x less than 9/2. ഇത് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 1/2 നമ്മൾ 1/2 എടുക്കുമ്പം പാടായതുകൊണ്ട് നമ്മൾ 1/2 എന്ന് പറഞ്ഞാൽ 0.5 മൈനസ് സൈൻ ഉണ്ടായിട്ട് മൈനസ്. 9.2 എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4.5. 9/2 മൈനസ് 1/2ന് ഗ്രേറ്റർ ആയിട്ടുള്ള, അതായത് -1/2 എന്ന് പറഞ്ഞാൽ മൈനസ് 0.5 എന്നിട്ട് 0 1 പോസിറ്റീവ്, പിന്നെ അങ്ങോട്ടുള്ള പോസിറ്റീവ് 2 3 4 വരെ വരും. നമ്മൾ ഡെസിമൽ സംഖ്യകളൊന്നും നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നില്ല. സെറ്റിൽ അങ്ങനെ ഡെസിമൽ ഒന്നും എഴുതിക്കൂടാ. അതുകൊണ്ട് 1 2 3 4 അത്രയേ ഉള്ളൂ. അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ ട്രിഗണോമെട്രി എഴുതിയില്ലേ, അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. റോയൽ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കുക. എൽ അന്നേരം സെറ്റ് ഒരു വട്ടം എൽ എഴുതും. OYA. ഇതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോയൽ എന്ന് എഴുതിയ സെറ്റിലോട്ട് മാറ്റുമ്പോൾ റിപ്പീറ്റ് ചെയ്യാതെയും ഒരക്കം മാത്രം എഴുതിക്കൊള്ളുന്ന രീതിയിലായിരിക്കണം സെറ്റ് നമ്മൾ എഴുതേണ്ടത്. അടുത്തതായി നമ്മൾ എടുക്കാൻ പോകുന്നത് ബിലോങ്സ് ടു. അതിന്റെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഇതാണ്. ബിലോങ്സ് ടു എന്ന് പറയുന്നത് ഇത്. നോട്ട് ബിലോങ്സ് ടു ആണെങ്കിൽ ഇത്. അതിൽ മെയിൻ ആയിട്ട് ഒരു കണക്കാണ് വരുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആ കണക്കിലോട്ട് പോകാം. നമ്മൾ പറയുന്ന ആ കണക്കായിരിക്കും മിക്കുള്ള പരീക്ഷയിലും ഈ ബിലോങ്സ് ടു എന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. അത് നോക്കാം. നമുക്ക് ആദ്യം എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് നോക്കാം. A equal to 1 2 3 4 5 6. Insert a symbol belongs to, not belongs to. ഇത് നമ്മൾ ഇതിൽ നിന്ന് ഇനി എൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പാർട്ടായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ നോക്കുവാണ്, ക്വസ്റ്റ്യനിലേക്ക് കിടക്കുവാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നിരിക്കുന്നത് 5 ഇതിൽ ഉണ്ടോ എന്നാണ്. ബിലോങ്സ് ടു ആണെങ്കിൽ, ഇല്ലെങ്കിൽ നോട്ട് ബിലോങ്സ് ടു, ഉണ്ടെങ്കിൽ ബിലോങ്സ് ടു. 5 ഏതിലുണ്ടോ നമ്മൾ നോക്കുക. ഉണ്ട്, 5ലാണ് ബിലോങ്സ് ടു. 8 6 വരെ ഉള്ളൂ, നോട്ട് ബിലോങ്സ് ടു. 0 ഏതിലുണ്ടോ, ഇല്ല, നോട്ട് ബിലോങ്സ് ടു. ഇത്രയേ ഉള്ളൂ. ഇനി എക്സാമ്പിൾ, മെയിൻ എക്സാമിനും എല്ലാ മിക്കുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഷുവറായിട്ട് പഠിച്ചു വെക്കേണ്ട ഒന്നാണ്. A and B are two set such that A belongs to B than that is that what is A union B.
എ ആൻഡ് ബി ആർ എ ബി രണ്ട് സെറ്റാണ്. സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു ബി. എ ബിയിലുണ്ട്, എ ബിയിലുണ്ട്. അന്നേരം എ യൂണിയൻ ബി, എ യൂണിയൻ ബി എന്താണ്? ഇത് നമ്മൾ ആദ്യത്തെ ഒരു നമ്മൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആദ്യത്തെ ഒരു മാർക്കിന് ചോദിക്കുന്ന സ്ഥിരം കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ഡാഷ് എന്നായിരിക്കും ആ ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. ഇങ്ങനാണെങ്കിൽ ഇത് എ ബിലോങ്സ് ടു ബി വരുവാണെങ്കിൽ എ യൂണിയൻ ബി എന്തുവെന്ന് പറഞ്ഞാൽ ബി. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഇനി യൂണിയൻ വരുന്നുണ്ട്. അതിന് ശേഷമാണ് യൂണിയൻ വരുമ്പോൾ നമുക്ക് വ്യക്തമാവും എ യൂണിയൻ ബി എന്തുവാണ്. ഇപ്പോൾ നമ്മൾ എ ബിലോങ്സ് ടു ബി, എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി. ഇത് നിങ്ങൾ നോക്കി വെക്കുക. ഇതായിരിക്കും മിക്കവാറും നിങ്ങളുടെ 5 മാർക്ക്, ആദ്യത്തെ 5 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇനി ഇന്റർവെൽസ് ആണ് നോക്കുന്നത്. ഇന്റർവെൽസിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 ടൈപ്പ് ഉണ്ട്. 4 ടൈപ്പ് നമുക്ക് ഓരോന്നായിട്ട് പറയാം. 4 ടൈപ്പിൽ ആദ്യത്തെ ടൈപ്പ് ഓപ്പൺ ഇന്റർവെൽ. ഓപ്പൺ ഇന്റർവെൽ അത് ഞാൻ കുറച്ച് ഡെഫിനിഷൻ ചെറുതായിട്ടൊരു ഡെഫിനിഷൻ ഉണ്ട്, തരാം. is to a less than x less than b. ഇത് ചെറിയൊരു ഡെഫിനിഷൻ ആണ്. പ്രോബ്ലം വരുമ്പോൾ അത് വ്യക്തമാക്കി തരാം. ക്ലോസ്ഡ് ഇന്റർവെൽ, സെമി ക്ലോസ്ഡ്, സെമി ഓപ്പൺ. ഇതിന്റെ ഒന്നാമത്തെ കണക്ക് നമുക്ക് നോക്കാം. ഇങ്ങനെയായിരിക്കും കണക്ക് വരാൻ പോകുന്നത്. ഇത് നമ്മൾ ഇതിന്റെ ഫോമിലോട്ട് മാറ്റി എഴുതാനായിരിക്കും പറയുന്നത്. x is to -3 greater less than x less than 0. -3 ഓപ്പൺ സെറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇത് ഓപ്പൺ ആണ്. ഓപ്പൺ വരുമ്പോൾ ഇങ്ങനെ. ക്ലോസ്ഡ് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കും വരുന്നത്. ക്ലോസ്ഡ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയും, ഓപ്പൺ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയും. സെമി ഓപ്ഷനിൽ വരുമ്പോൾ ക്ലോസ്ഡ് വരുമ്പോൾ ഞാൻ പറയാം. ഇതിപ്പം -3 0. ഇത് നമ്മൾ ഈ ഫോം ഓർത്ത് വെക്കണം. അപ്പൊ എ ബി ആണെങ്കിൽ x is to a less than b less than 0 ഇങ്ങനെയായിരിക്കും വരുന്നത്. അന്നേരം ഇപ്പം ഇവിടെ 3, ഇപ്പം 3, ഇവിടെ 0, എന്നിട്ട് ഇവിടെ 3 ഇത് നമ്മൾ ഓർത്ത് വെക്കണം. ഈ ഒരു സംഭവം എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇപ്പം ഇവിടെ ക്ലോസ്ഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈക്വൽ സൈൻ കൂടെ വരും. ഒരിടത്ത് ക്ലോസ്ഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എ കോമ ബി അങ്ങനെ വന്നു കഴിഞ്ഞാൽ x is to a less than or equal to b less than 0. b open interval is equal to set x is to a less than or equal to b less than 0. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ ഒരു സംഖ്യ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ വരുന്നത് -3 0 ഓപ്പൺ ഇന്റർവെൽ. ഇത് ക്ലോസ്ഡ് ആയിരിക്കും. ഇത് സെമി ക്ലോസ്ഡ് ഇന്റർവെൽ ഇസ് ഈക്വൽ ടു x is to -3. ആദ്യം കിടക്കുന്നത് ആദ്യം എഴുതണം. ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ 0 ആയതുകൊണ്ട് 0. അത് വരുന്നത് ബി ആണ് വരുന്നത്. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇപ്പം ഇവിടെ വന്നേക്കുന്നത് 0. അങ്ങനെയാണ് എഴുതുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ വരുന്നത്. ഇപ്പം അന്നേരം നമുക്കിനി നോക്കാം. ഓപ്പൺ ഇപ്പം ഇത് തന്നെ ഓർക്കുന്നുണ്ടല്ലോ. -3
0 സെമി ഓപ്പൺ ഇന്റർവൽ. ഇത് സെമി ഓപ്പൺ ഇന്റർവൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സെമി ഓപ്പൺ, ഇവിടെ വന്നു കഴിഞ്ഞാൽ സെമി ക്ലോസ്ഡ് ഇന്റർവൽ. സെമി ക്ലോസ്ഡ്, ഇവിടെ ക്ലോസ്ഡും ഇവിടെ ഓപ്പണും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലോസ്ഡ്. x -3 ലെസ് ദാൻ മാത്രം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈക്വൽ സൈൻ വരുന്നത്. ഇവിടെ രണ്ടാമത്തെ സീറോയുടെ അവിടെ ആയതുകൊണ്ട് x = 0 ഇങ്ങനെ വരും. ഇനി വേറൊരു കണക്ക്, വേറൊരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. 6 12 ഇത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ക്ലോസ്ഡ് ആണ്, സ്ക്വയർ ബ്രാക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അന്നേരം നമുക്ക് നോക്കി നോക്കാം. x = 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ക്ലോസ് ടു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ക്ലോസ് ടു വന്നു കഴിഞ്ഞാൽ അത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇത് ഇങ്ങനെ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ജനറൽ ഫോം ഓർത്ത് വെക്കണം. x = a ലെസ് ദാൻ x ലെസ് ദാൻ b. ഈ ഒരു കാര്യവും ഈ സ്ക്വയർ ബ്രാക്കറ്റും ഓപ്പൺ ബ്രാക്കറ്റിന്റെ കാര്യം ഇത് ഓർത്ത് വെക്കുക. ബാക്കി എല്ലാം ഇതിൽ എളുപ്പമാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. സെറ്റ് ഇടുക. x = -25. അപ്പം ക്ലോസ്ഡ് ആയതുകൊണ്ട് ഈക്വൽ ടു ഇടുക. എക്സ് ലെസ് ദാൻ മാത്രം അല്ല, ഇവിടെ ഈക്വൽ ടു ഇടാം 0. ഇതിങ്ങനെയാണ് എഴുതുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഫോർമൽ ക്വസ്റ്റ്യൻ തരാം. റൈറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് intervals. A part question ആണ്. x = x belongs to R. ഇതിപ്പോ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ, ഇത് ജനറൽ ഫോം ആണ്. ഇപ്പൊ നമ്മൾ ഇത് നോക്കുക, ഇതും ഇതും. പിന്നെ ഇത് സൈൻ ആണ് നോക്കണ്ടേ. ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. നമുക്ക് നോക്കാം ഇതെങ്ങനെ എഴുതേണ്ടതെന്ന്. ഓപ്പൺ ആണ്. ഇത് ഓപ്പൺ ആയതുകൊണ്ട് മാത്രം നമ്മൾ ഇത് ഓപ്പൺ -4, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് 6 സ്ക്വയർ ബ്രാക്കറ്റ്. ഇപ്പം മനസ്സിലായല്ലോ. ഇതിന്റെ വാല്യൂ ലെസ് ദാൻ ആണെങ്കിൽ -4, ഈ ഓപ്പൺ ഇന്റർവെൽ. ഇതാണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ ഈക്വൽ ടു വന്നാൽ. അടുത്തത് ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നോക്കുക. x belongs to R. belongs to R എന്ന് പറയുന്നത്, ഈ R എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ, -12 ലെസ് ദാൻ x ലെസ് ദാൻ -10. നമുക്ക് നോക്കി നോക്കാം. ഈ നമ്മൾ ഇതാണ് നോക്കേണ്ടത് മെയിൻ ആയിട്ടും. നോക്കുക, ഈക്വൽ ടു വരുന്നില്ല. ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഇതുണ്ട്. ആദ്യത്തേനാണെങ്കിൽ ഇപ്പം അതുണ്ടെങ്കിൽ -12 എന്ന് വന്നേനെ, അപ്പോഴത്തേനുണ്ടെങ്കിൽ 10 പോസ്റ്റ് ഇന്റർവെൽ വന്നേനെ. നമുക്ക് നോക്കാം ഇതെങ്ങനെയാ വരുന്നതെന്ന്. ഇതിപ്പം ഓപ്പൺ ആണ്. -12, -10 ആണ് കിടക്കുന്നത്. അടുത്തത്
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഞാൻ ചെയ്യത്തില്ല, നിങ്ങൾ ഒരു ബുക്കിൽ എടുത്തു വെച്ച് നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഇന്ന് തന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒരു വട്ടമെങ്കിലും എഴുതി നിങ്ങളുടേതായ രീതിയിൽ എഴുതി നമുക്ക് പരീക്ഷ സമയമോ എക്സാമിന് സമയമോ മറ്റും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഒരു ലെക്ചർ നോട്ട് എഴുതുന്നത് ഏത് വിഷയത്തിനും നല്ലതാണ്. മാത്സ് എന്നല്ല, എല്ലാ വിഷയത്തിനും, ലാംഗ്വേജ് ഒഴിച്ച് ബാക്കി എല്ലാ വിഷയത്തിനും. ഞാനും എൻ്റെ അടുത്തുള്ള എനിക്കറിയാവുന്ന ആൾക്കാരെല്ലാം അങ്ങനെയാണ് ഞാൻ കണ്ടു വരുന്നത്. ലാംഗ്വേജ് സമയത്ത് അലക്കാമല്ലോ, അന്നേരം പിന്നെ ലെക്ചറിലോട്ടൊന്നും ആവശ്യമില്ല. നമ്മളൊക്കെ അങ്ങനെയായിരുന്നു. നിങ്ങൾ കാണുന്നവരിപ്പോൾ ഇങ്ങനെയുള്ളവരാണ്, നമുക്ക് പറയാൻ പറ്റുന്നില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ടീച്ചർമാരെ ഉപദേശിച്ചിരിക്കും. ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ 2 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എഴുതി നോക്കാം. നമ്മൾ എടുക്കുന്നത് യൂണിയനാണ്. യൂണിയനിൽ തന്നെ നമുക്ക് ആദ്യം വെൻ ഡയഗ്രം നോക്കണം. വെൻ ഡയഗ്രം ആദ്യം റെക്റ്റാങ്കിൾ ഒന്നിലൂടെ വേറൊരു സർക്കിൾ കടന്നു പോകുന്ന രീതിക്ക് 2 സർക്കിൾ വരയ്ക്കുക. ഇതിനെയാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. യൂണിയൻ തൊട്ടാണ് നമുക്ക് വെൻ ഡയഗ്രം പഠിക്കാനുള്ളത്. ഇന്റർസെക്ഷനിലും ഡിഫറൻസിയേഷനിലും കോംപ്ലിമെന്ററിലും നമുക്ക് വെൻ ഡയഗ്രം പഠിക്കാനുണ്ട്. എല്ലാം ഒരുമാതിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ആദ്യം തന്നെ ഈ യൂണിയൻ്റെ വെൻ ഡയഗ്രം നോക്കാം. യൂണിയൻ ഡിനോട്ട് ചെയ്യുന്നത് യു എന്ന ഇതിലാണ്. യു എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി അങ്ങനെ ആയിരിക്കുന്ന ക്വസ്റ്റ്യനിലും നമ്മൾ എഴുതേണ്ടതായി വരുന്നത്. എ യൂണിയൻ ബി, ഇത് എ, ഇത് ബി സർക്കിൾ, മൊത്തത്തിൽ യൂണിവേഴ്സൽ സെറ്റാണ് മൊത്തത്തിൽ. യൂണിയൻ അല്ല, യൂണിവേഴ്സൽ സെറ്റ്. എ, ഇത് ബി. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നതും എയിലും ബിയിലും എല്ലാ എലമെന്റ്സിനെയും പറയുന്നതാണ് എ യൂണിയൻ ബി. ഇത് കോമൺ ആയിട്ട് വരുന്ന ഭാഗമാണ് ഇത്. ആ ഭാഗവും എയും ബിയും കൂടിച്ചേർന്ന് വരുന്നതാണ് എ യൂണിയൻ ബി വെൻ ഡയഗ്രത്തിൽ വരുന്നത്. ഇത് അകത്തുള്ള എല്ലാ ഭാഗവും ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ വെൻ ഡയഗ്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. വെൻ ഡയഗ്രം എ യൂണിയൻ ബിയുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കണക്കുകൾ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ആദ്യം തന്നെ എ തന്നിട്ടുണ്ട് നമുക്ക്. അത് സെറ്റ് 2, 4, 6, 8. ബി തന്നിട്ടുണ്ട് സെറ്റ് 6, 8, 10, 12. എ യൂണിയൻ ബി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എ യൂണിയൻ ബി നമുക്ക് നോക്കാം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും എല്ലാ എലമെന്റും കോമൺ ആയിട്ടുള്ളത് വരുന്നതും കൂട്ടി എഴുതുന്നതിനാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അതായത് 2, 4, 6, 8 കോമൺ ആയിട്ടുള്ളത് നോക്കാം. ആദ്യം തന്നെ 6 കോമൺ ആയിട്ട് വരുന്നു, 8 കോമൺ ആയിട്ട് വരുന്നു. ഇത് 2 കോമൺ ആയിട്ട് വരുന്നുണ്ട്, അതും ഉൾപ്പെടുത്തി. ഇതിനെ റിപ്പീറ്റേഷൻ വരാതെ എഴുതുന്നതിനെയാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ എയിലെ നോക്കാം. എയില് 2, 4, 6, 8 ഇതെല്ലാം വരുന്നുണ്ട്. എയിലെ എല്ലാം വരും. ഇനി റിപ്പീറ്റേഷൻ വരാതെ ആയിരിക്കണം ബിയിൽ എഴുതാൻ ശ്രമിക്കേണ്ടത്. 6 റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. 8 റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് വേണ്ട. 10 എഴുതാം, 12 എഴുതാം. ഇതാണ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി. ബി യൂണിയൻ എ നോക്കിക്കഴിഞ്ഞാലും ഈ സെയിം ഉത്തരമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇത് രണ്ടും ഈക്വലാണ്. എ യൂണിയൻ ബിയും ബി യൂണിയൻ എയും ഈക്വലാണ്. ഇനി വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ തന്നിട്ടുണ്ട് 1, 2, 3, 4, 5. ബി തന്നിട്ടുണ്ട് 3, 4, 5, 6. സി തന്നിട്ടുണ്ട് 5, 6, 7, 8. നമുക്ക് തന്നിരിക്കുന്നത് എ പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. എ യൂണിയൻ ബി. ബി പാർട്ട് ക്വസ്റ്റ്യൻ ബി യൂണിയൻ സി ഹോൾ യൂണിയൻ എ. എ യൂണിയൻ സി. മൂന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് എ യൂണിയൻ ബി ആണ് ആദ്യം നമുക്ക് നോക്കാം. ഇവിടോട്ടാണ് എഴുതുന്നത്.
എ യൂണിയൻ ബി, എയിലും ബിയിലുള്ള എല്ലാ എലമെന്റ്സ് റിപ്പീറ്റേഷൻ കൂടാതെ കോമൺ ഉൾപ്പെടെയുള്ളത് എടുത്തെഴുതുക. മൂന്നാമത്തെ കോമൺ വരുന്നു, നാലാമത്തെ കോമൺ വരുന്നു. എ ഫുള്ളായിട്ട് എടുത്തെഴുതാൻ ശ്രമിക്കുക. ആദ്യം തന്നെ എ കിടപ്പുണ്ടെങ്കിൽ എ ഫുള്ളായിട്ട് എടുത്തെഴുതുക. സെറ്റ് ഇടുക. 1 2 3 4 5. എ ഫുള്ളായിട്ട് എഴുതിയിട്ട് റിപ്പീറ്റേഷൻ വരുന്നത് നോക്കുക. 3 4 3 4. ഇത് രണ്ടും ഒഴിവാക്കുക. എന്നിട്ട് റിപ്പീറ്റേഷൻ വരാത്തത് 5 6. 5 വരുന്നുണ്ട്, പറഞ്ഞ പോലെ 5 വരുന്നുണ്ട്. 6 മാത്രമാണ് ബി സെറ്റിൽ നിന്ന് യൂണിയനിലോട്ട് വരുന്നത്. 1 2 3 4 5 6. എ യൂണിയൻ ബി സോൾവ് ചെയ്തു. ബി അടുത്തത് ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിലോട്ട് പോവാ. ഇച്ചിരി ടഫായിട്ട് വരുന്ന ഈ ഒരു പാർട്ടാണ്. എ യൂണിയൻ സി നോക്കാം. എ യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എയിലും സിയിലും റിപ്പീറ്റേഷൻ വരാതെ എഴുതുന്നതിനെ ആണ് എ യൂണിയൻ സി പറയുന്നത്. അത് എയിലുള്ള എല്ലാം എടുക്കുക. 1 2 3 4 5. ഇവിടെ 5 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 5 റിപ്പീറ്റ് ചെയ്യുന്നു. ആ 5 മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അന്നേരം 5 ഒഴിച്ച് കിടക്കുന്നതിൽ നിന്ന് ബാക്കി എല്ലാം എടുക്കുക. 5 ഒഴിച്ച് കിടക്കുന്നതിൽ നിന്ന് അന്നേരം 6 വരും, 7 വരും, 8 വരും. 6 വരും, 7 വരും, 8 വരും. എ യൂണിയൻ സി ഇതാണ് ഉത്തരവായിട്ട് കിട്ടുന്നത്. നമുക്കിനി ഇത് ടഫായിട്ട് വരുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ്. ബി യൂണിയൻ സി ഹോൾ യൂണിയൻ എ. ആദ്യം നമുക്ക് ബി യൂണിയൻ സി കണ്ടുപിടിക്കണം. ബി യൂണിയൻ സി എന്താണെന്ന് കണ്ടുപിടിക്കണം. ബി യൂണിയൻ സി ഇവിടോട്ട് കണ്ടുപിടിക്കുകയാണ്. ബി യൂണിയൻ സി എന്താണെന്ന്. ബി യൂണിയൻ സി ആദ്യം നമ്മൾ ബ്രാക്കറ്റ് കിടക്കുന്നതിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബി യൂണിയൻ സി ഇവിടെ നോക്കാം. ബി യൂണിയൻ സി വരുന്നത് ബിയിലും സിയിലും റിപ്പീറ്റേഷൻ കൂടാതെ എഴുതുന്നതിനെ. ബി 3 4 5 6 5 6 7 8. ഇതിൽ വരുന്നത് 5. ആദ്യം നമുക്ക് ബിയിൽ നിന്ന് തുടങ്ങാം. പറഞ്ഞ പോലെ ഇത് ഫുൾ എഴുതിയിട്ട് നമുക്ക് സിയിലോട്ട് പോവാം. 3 4 5 6. ഇനി ഇത് റിപ്പീറ്റേഷൻ വരുന്നത് നോക്കാം. 5ഉം 6ഉം റിപ്പീറ്റഡ് ആയിട്ട് സിയിൽ വരുന്നു. 5 6. അന്നേരം അത് ഒഴിവാക്കി 7 8 അതിനെ എഴുതുക. അന്നേരം ബി യൂണിയൻ സി കിട്ടി. ബി യൂണിയൻ സി ഹോൾ യൂണിയൻ എ. ഹോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാം ഒന്നും കൂടെ എ കൊണ്ട് നോക്കുക. ഇനി ഇത് തന്നിട്ടുണ്ട്. ഇനി യൂണിയൻ എ നോക്കുക. ഇത് രണ്ടും ഉൾപ്പെടുത്തി ഇതിനെയും ഈ രണ്ട് സെറ്റിനെ ഉൾപ്പെടുത്തി റിപ്പീറ്റേഷൻ കൂടാതെ എല്ലാ എലമെന്റിനെയും എഴുതുന്നതിനെയാണ് എ ബി യൂണിയൻ സി ഹോൾ യൂണിയൻ എ എന്ന് പറയുന്നത്. നോക്കാം. ആദ്യം ബി യൂണിയൻ സി ആദ്യം കിടക്കുന്നതുകൊണ്ട് ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് 3 4 5 6 7 8 ഇത്ര എഴുതിയിട്ട് ബാക്കി വരുന്നത് എയിലുള്ളത് ബാക്കി എടുക്കുക റിപ്പീറ്റേഷൻ കൂടാതെ. ഇത് 3 റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു, 4 റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു, 5 റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. അന്നേരം നമുക്ക് ഈ 3 എണ്ണം എടുക്കേണ്ട. ബാക്കി 1 2 ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ വരുന്നത്. 1 2 ഇത് രണ്ടും മാത്രം. 1 2 അങ്ങനെ ആയപ്പോൾ ഈ പാർട്ട് ക്വസ്റ്റ്യൻ തീർന്നു. എ യൂണിയൻ ബിയും ബി യൂണിയൻ സി ഹോൾ യൂണിയൻ എയും എ യൂണിയൻ സിയും സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇതായിരിക്കും നിങ്ങൾക്ക് മെയിനായിട്ടും ഈ രീതിക്കുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അവസാനം പറഞ്ഞാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത്. നമുക്ക് പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ഇത് എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നും. നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോവാം. അടുത്തതായി നമ്മൾ നിങ്ങൾക്ക് യൂണിയനിൽ തന്ന ക്വസ്റ്റ്യൻസ് ആണ്, വർക്കൗട്ട് ചെയ്യാൻ തന്ന ക്വസ്റ്റ്യൻസ് ആണ്. എ തന്നിട്ടുണ്ട് 2 3 4 5 6. ബി തന്നിട്ടുണ്ട് 7 8 9. സി തന്നിട്ടുണ്ട് 3 4 7 10 11.
നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി നമ്മൾ പറഞ്ഞിരുന്നു, എയിലും ബിയിലും റിപ്പീറ്റേഷൻ കൂടാതെ കോമൺ ആയിട്ട് ഉൾപ്പെടുത്തി എല്ലാ സെറ്റിലെ എലമെന്റ്സിനെയും ഒരു സെറ്റാക്കി എഴുതുന്നതിനെയാണ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ബി യൂണിയൻ സി. ബി യൂണിയൻ സി ആദ്യം ഇത് രണ്ടും കണ്ടുപിടിക്കുക, പിന്നെ ഇത് കണ്ടുപിടിക്കുക. പിന്നെ ഈ ഇച്ചിരി പാടാന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, എ യൂണിയൻ ബി ഹോൾ യൂണിയൻ സി. അത് നമുക്ക് നോക്കാം. എ യൂണിയൻ ബി, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനെയും നിങ്ങൾ ആദ്യം ഇത് കണ്ടുപിടിക്കുക. നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നുണ്ട്, ഫസ്റ്റ് പാർട്ടിൽ കണ്ടുപിടിക്കുന്നുണ്ട്. അത് ആ ഹോൾ സെറ്റിനെ സി എന്ന സെറ്റ് കൊണ്ട് യൂണിയൻ ചേർത്ത് സി എന്ന സെറ്റിലൂടെ എഴുതുന്നതിനെയാണ് എ യൂണിയൻ ബി ഹോൾ യൂണിയൻ സി എന്ന് പറയുന്നത്. ഇതോടെ നിങ്ങളുടെ യൂണിയനിലെ സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. യൂണിയൻ കഴിഞ്ഞു. നമുക്ക് ഇനി ഇന്റർസെക്ഷൻ നോക്കാം. ഇന്റർസെക്ഷനിൽ ആദ്യം തന്നെ വെൻ ഡയഗ്രം നമുക്ക് നോക്കി നോക്കാം. വെൻ ഡയഗ്രം ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഒന്നിലൂടെ ഒരു സർക്കിൾ പാസ് ചെയ്യുന്ന പോലെ രണ്ട് സർക്കിൾ അതിനുള്ളിൽ വരയ്ക്കുക. ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഇത് എ സർക്കിൾ, ഇത് ബി സർക്കിൾ. പിന്നീട് ഇത് ഡിനോട്ട് ചെയ്യുന്നത്, ഇന്റർസെക്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് എൻ എന്ന രേഖകളിലൂടെയാണ്. യു തിരിച്ചിടുക, അന്നേരം ഇത് ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇതിലെ വെൻ ഡയഗ്രം ഷെയ്ഡ് ചെയ്യുന്നത്, ഇനി ഇത് വരച്ചു വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടതാണ്. കറക്റ്റായിട്ട് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇത് ഷെയ്ഡ് ചെയ്യേണ്ടത് കോമൺ ആയിട്ട് വരുന്ന ഭാഗം, ഇത് എയിലെ ഭാഗമാണ്. ഈ ഇത്ര വരെയുള്ള ഭാഗങ്ങളെല്ലാം എ, ഇത്ര വരെയുള്ള ഭാഗങ്ങൾ ബി. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ഭാഗമാണ് ഇത്. കോമൺ ആയിട്ട് വരുന്ന ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്യുക. അതോടെ ഇന്റർസെക്ഷനിലെ വെൻ ഡയഗ്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്ന പോലെ ഇന്റർസെക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങളുടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് എ സെറ്റ് തന്നിട്ടുണ്ട്, ബി സെറ്റ് തന്നിട്ടുണ്ട്. 1 2 3 4 എ സെറ്റ് ആണ്. ബി 1 3 4 5 6. നമ്മൾ പറഞ്ഞിരുന്നു കോമൺ ആയിട്ടുള്ള വരുന്നത് മാത്രമേ എടുക്കാവൂ. കോമൺ ആയിട്ട് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് 1 കോമൺ ആയിട്ട് വരുന്നുണ്ട്, 3 കോമൺ ആയിട്ട് വരുന്നുണ്ട്, 4 കോമൺ ആയിട്ട് വരുന്നുണ്ട്. ബിയിലും എയിലും എന്ന സെറ്റിൽ 4 3. ആ കോമൺ ആയിട്ട് വരുന്നതിനെ മാത്രം ഒരു സെറ്റാക്കി എഴുതുന്നതിനെ പറയുന്നതാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന്. ഇല്ല, 3 ആണ്. 1 3 4 ബി. ഇതാണ് ഇതിലെ ബേസിക് ആയിട്ടുള്ള ഒരു ഇച്ചിരി കൂടെ ഒരു ലെവൽ. അടുത്തതായി യൂണിയനും ഇന്റർസെക്ഷനും അടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആദ്യം എ 1 2 3 4 5 6 5 വരുന്നുള്ളൂ. ബി വരുന്നത് 3 4 5 7. സി വരുന്നുണ്ട് 7 8 9 10. നമുക്ക് നോക്കാം എ യൂണിയൻ ബി. ആദ്യം തന്നെ എ യൂണിയൻ ബി നമുക്ക് നോക്കാം. എ യൂണിയൻ ബി, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നതും റിപ്പീറ്റേഷൻ കൂടാതെ ഒരു സെറ്റാക്കി എഴുതുന്നതിനെ പറയുന്നതാണ് എ യൂണിയൻ ബി. ഒരു സെറ്റ് എഴുതുക. ആദ്യം എയിലുള്ളത് ആദ്യം എ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആദ്യം ഇവിടെ എ കൊടുക്കുന്നതുകൊണ്ട് എ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇതിൽ ആദ്യം മൊത്തം എഴുതുക. കണ്ണടച്ച് എല്ലാം എഴുതുക, ഒരു കുഴപ്പമില്ല. അടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിപ്പീറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. റിപ്പീറ്റേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് റിപ്പീറ്റഡ് ആവുന്ന ആദ്യം തന്നെ നമുക്ക് ചെക്ക് ചെയ്യണം. റിപ്പീറ്റേഷൻ വരുന്നത് 3 4 5 6. ഈ 4 അക്കങ്ങൾക്കാണ് റിപ്പീറ്റേഷൻ വരുന്നത്. അതൊഴിച്ച് ബിയിലുള്ള എല്ലാ എലമെന്റ്സിനെയും എടുത്തെഴുതുക. അതായത് വരുന്നത് 6 7. ഇത് മാത്രമാണ് വരുന്നത് ബിയിൽ നിന്ന്. അങ്ങനെ എ യൂണിയൻ ബി കംപ്ലീറ്റഡ് ആയിരിക്കും. നമുക്ക് രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ബി ഇന്റർസെക്ഷൻ എ. ബി ഇന്റർസെക്ഷൻ എ നോക്കിക്കഴിഞ്ഞാൽ ബിയിലും എയിലും കോമൺ ആയിട്ട് വരുന്ന ഏതാണെന്ന് നോക്കണം. ബിയിലും എയിലും നമ്മൾ യൂണിയൻ പറഞ്ഞപ്പം കോമൺ ആയിട്ട് വരുന്നതിനെ പറ്റി ചിന്തിച്ചു. 3 4 5. ഇവിടെയും അതേപോലെ 3 4 5.
കോമൺ ആയിട്ട് വരുന്ന എടുത്തെഴുതുക. 3, 4, 5 ഇത്രയേ ഉള്ളൂ എ ഇന്റർസെക്ഷൻ ബി. ഇനി അടുത്തത് നോക്കാം. മൂന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. എ യൂണിയൻ ബി. എ യൂണിയൻ ബി നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരുന്നു. 1 2 3 4 5 6 7 1 2 3 4 5 6 7 അത് കണ്ടുപിടിച്ചിരുന്നു. ഇനി ഇന്റർസെക്ഷൻ സി നോക്കണം. ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ ഇതിനും കോമൺ ആയിട്ട് വരുന്ന എടുത്തെഴുതുക. ഈ സെറ്റിലും കോമൺ ആയിട്ട് വരുന്നത്. എ യൂണിയൻ ബിയിൽ കോമൺ ആയിട്ട് വരുന്നത് 7 മാത്രമേ കോമൺ ആയിട്ട് വരുന്നുള്ളൂ. കോമൺ ആയിട്ട് വരുന്നതിനെ മാത്രം എടുത്തെഴുതുക. എ യൂണിയൻ ബി കണ്ടുപിടിച്ചിരുന്നു. എ യൂണിയൻ ബി ഇതാണ്. അതിൽ കോമൺ ആയിട്ട് വരുന്നത് സിയിലും എ യൂണിയൻ ബിയിലും കോമൺ ആയിട്ട് വരുന്നത് 7 ആയതുകൊണ്ട് 7 മാത്രം എടുത്തെഴുതുക. അത് വേറെ ഒന്നും വരുന്നില്ല. 8 ഇവിടെ നോക്കിയാൽ 8 ഇല്ല, 9 ഇവിടെ നോക്കിയാൽ 9 ഇല്ല, 10 ഇവിടെ നോക്കിയാൽ 10 ഇല്ല. അന്നേരം എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിച്ചു. ഇനി നാലാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എ ഇന്റർസെക്ഷൻ ബി നോക്കിക്കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി നമ്മൾ കണ്ടുപിടിച്ചില്ല. അതുകൊണ്ട് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് ഇടുക. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ഇതാണ് എ, ഇതാണ് ബി. കോമൺ ആയിട്ട് വരുന്ന ഏതാണെന്ന് നോക്കൂ. 3 3 4 4 5 5 കോമൺ ആയിട്ട് വരുന്നത് 3 4 5 3 4 5 ആണ് കോമൺ ആയിട്ട് വരുന്നത്. ബാക്കി നമുക്ക് നോക്കാം. ഇനി യൂണിയൻ സി. യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബിയിലും റിപ്പീറ്റേഷൻ കൂടാതെ എല്ലാ എലമെന്റ്സിനെയും ഒരു സെറ്റ് ആക്കി എഴുതുന്നതിനാണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ആ ക്വസ്റ്റ്യൻ നമുക്ക് തരുന്നത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിച്ചു. നമ്മൾ ഇനി സിയിലും നമ്മൾ ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ട ഇതാണ്. അന്നേരം ആദ്യം കിടക്കുന്നതായിരിക്കും നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. സി പിന്നെ നമുക്ക് നോക്കണം. ആദ്യം 3 4 5 നമ്മൾ ഒന്നും നോക്കണ്ട, എഴുതി വെച്ചോ, ഒരു കുഴപ്പമില്ല. ഇനിയുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. യൂണിയൻ കഴിഞ്ഞുള്ള സി. സി നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ വരുന്നത് 3 4 5 ഇത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അതിലില്ല. അന്നേരം ഇതെല്ലാം എടുത്തെഴുതാം. റിപ്പീറ്റേഷൻ എഴുതുന്നേ ഉള്ളൂ. ആ സെറ്റ് 1 എഴുതുന്നതിനെയാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അന്നേരം 7 8 9 10 ഇതോടെ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി കഴിഞ്ഞിരിക്കുന്നു. ഈ ഭാഗത്തു നിന്നും യൂണിയനിലും ഇന്റർസെക്ഷനിലും ഇങ്ങനെ ഒരു കണക്കായിരിക്കും വരാൻ സാധ്യത. യൂണിയൻസ് ഇന്റർസെക്ഷനും ഒരുപോലെ ആക്കിയ ഒരു ക്വസ്റ്റ്യൻ വരും. അത് നമ്മൾ ആദ്യം യൂണിയനും ഇന്റർസെക്ഷനും അങ്ങനെ അതിൻ്റെ ചെയ്യുകയാണ്. ഇനി ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ അല്ല, ഒരു എക്സാം ക്വസ്റ്റ്യൻ പോലെ ഒരു വേറൊരു ക്വസ്റ്റ്യൻ കൂടെ തരാം. അല്ലേ അത് മതിടാ. ഇന്റർസെക്ഷനിൽ നിങ്ങൾക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ തരാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്റർസെക്ഷനിൽ നിങ്ങൾക്ക് ഹോംവർക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. A 3 5 7 9 11 B is equal to 7 9. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചാൽ മതി. ഇത്രയും പറഞ്ഞത് കൊണ്ട് മാത്രം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ബാക്ക് അടിച്ച് നോക്കുക. ഈ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. 11 13 15 D 15 17. ഇത് നമുക്ക് നോക്കാം. ഇനി അതിലെ ഓരോ പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്നാമത്തെ പാർട്ട് നോക്കാം നമുക്ക്. എ ഇന്റർസെക്ഷൻ ബി,
രണ്ടാമത്തെ പാർട്ട് ബി ഇന്റർസെക്ഷൻ സി എ ഇന്റർസെക്ഷൻ ഡി. നാലാമത്തെ പാർട്ട് എ ഇന്റർസെക്ഷൻ സി. അഞ്ചാമത്തെ പാർട്ട് ബി ഇന്റർസെക്ഷൻ ഡി. ആറാമത്തെ പാർട്ട് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഇത് ഞാൻ നിങ്ങൾക്ക് പറയാം, ഇപ്പം തന്നെ പറയാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മോഡൽ ഞാൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പം തന്നെ ഇത് പറയാം. എ ഇന്റർസെക്ഷൻ ആദ്യം നമ്മൾ ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടതാണ് ബി യൂണിയൻ സി. ബി യൂണിയൻ സി ആദ്യം എഴുതാൻ ശ്രമിക്കുക. ബ്രാക്കറ്റിൽ കിടക്കുന്ന ആദ്യം എഴുതാം ബി യൂണിയൻ സി. ഇത് മാത്രമേ എഴുതുന്നുള്ളൂ, ബാക്കിയൊന്നും ഞാൻ എഴുതുന്നില്ല, ബാക്കിയുള്ള നിങ്ങൾക്കുള്ളതാണ്. ബി യൂണിയൻ സി. ഈ യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ബിയിലും യുയിലും യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും കൂടെ ഉൾപ്പെടുത്തി റിപ്പീറ്റേഷൻ വരാതെ എഴുതുന്നതിനെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. 7, 9, 11, 13, 15. ബി യൂണിയൻ സി ഇതാണ്. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എയിലും ബി യൂണിയൻ സിയിലും കോമൺ ആയിട്ട് വരുന്നത് എ ഇതാണ്ട്, ബി യൂണിയൻ സി ഇതാണ്. 7, 7, 9, 11. കോമൺ ആയിട്ട് വരുന്നത് ഈ 7, 7, 9, 11, 9, 11, 9, 11. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഇത് മാത്രമാണ് നിങ്ങൾക്ക് തരാത്തൊരു ക്വസ്റ്റ്യൻ. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നോക്കാം. ഏഴാമത്തേത് നിങ്ങൾക്ക് കഴിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്റർസെക്ഷൻ ഡി. ഈ ഒരു മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. എട്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. നോക്കിയാൽ മതി. ആദ്യം നമ്മൾ ഇത് കണ്ടുപിടിക്കണം. എ യൂണിയൻ സി. എ യൂണിയൻ സി കണ്ടുപിടിച്ചിട്ടുണ്ട്. എ യൂണിയൻ സി. പിന്നീട് ബി യൂണിയൻ സി. ബിയിലും എയും ബിയും റിപ്പീറ്റേഷൻ വരാതെ എല്ലാ അക്കങ്ങളെയും എഴുതുന്നതാണ് ബി യൂണിയൻ സി. എ യൂണിയൻ ബി. ഇത് രണ്ടും കൂടെ കോമൺ ആയിട്ട് വരുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതുന്നതിൽ കോമൺ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതുന്നത് കോമൺ ആയിട്ട് വരുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. ഇത് കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇച്ചിരി വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ചെറുതാണ്. ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾ ബാക്കി